ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ദാനമായി നൽകിയ ദൈവത്തിന് ആദ്യമേ നന്ദി കരയറ്റുന്നു. നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തുകൊണ്ട് എനിക്ക് ഉത്തരം തരുന്നില്ല? നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ വല്ലാത്തൊരു നിരാശയും ദൈവത്തോട് അമർഷവും തോന്നുക സ്വാഭാവികമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണോ എന്ന് പലപ്പോഴും സംശയിച്ചു പോകും. ബൈബിൾ മുഴുവൻ നോക്കിയാൽ പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ സംഭവിച്ചതും രോഗശാന്തി ലഭിച്ചതും ബന്ധനങ്ങൾ അഴിഞ്ഞതും നമ്മൾ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്താതിരിക്കാൻ അല്ലെങ്കിൽ അവ തടസ്സപ്പെടാൻ ചില കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മൾ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതിൻ്റെ 10 പ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. ഇത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, മറിച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വലിയൊരു വിടുതൽ പ്രാപിക്കാൻ നമ്മെ ഇത് സഹായിക്കും. ആദ്യമായി ചിന്തിക്കാൻ പോകുന്നത് സ്വാർത്ഥ ഉദ്ദേശത്തോടെ പ്രാർത്ഥിക്കൽ. യാക്കോബ് 4:3 നാം വായിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടുവാൻ തക്കവണ്ണം ദുഷ്ടലക്ഷ്യത്തോടെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവമഹത്വത്തിനല്ല, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാകുമ്പോൾ മറുപടി ലഭിക്കാൻ സാധ്യതയില്ല. ദൈവം നമ്മുടെ ആഗ്രഹങ്ങൾ മാത്രം നിറവേറ്റുന്ന ഒരു ഉപകരണമല്ല. നമ്മുടെ പ്രാർത്ഥന ദൈവഹിതത്തോട് യോജിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. 2, ഹൃദയത്തിൽ ഒളിപ്പിച്ചിരിക്കുന്ന പാപം. സങ്കീർത്തനം 66:18. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തെങ്കിൽ വരരുത് എന്നല്ല, പക്ഷേ പാപത്തെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. നാം പാപത്തെ ഉപേക്ഷിക്കാതെ പ്രാർത്ഥിച്ചാൽ ആ ശബ്ദം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 3, മാനസാന്തരമില്ലായ്മ അഥവാ ദൈവവുമായുള്ള അകലം. ഏഷ്യാവ് 59:2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതവണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരം കുറുകിപ്പോയതല്ല, നമ്മുടെ പാപങ്ങളാണ് അനുഗ്രഹങ്ങൾക്ക് വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം കരുണാമയനാണ്. എന്നാൽ നാം തിരിഞ്ഞ് കർത്താവെങ്കിൽ നോക്കുവാൻ നാം തയ്യാറാകണം. 4, അനുതാപമില്ലാത്ത അല്ലെങ്കിൽ നീതിയില്ലാത്ത ജീവിതം. യോഹന്നാൻ 9:31. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് നാം അറിയുന്നു. ആരെങ്കിലും ദൈവഭക്തനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നുവെങ്കിൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതൊരു പൂർണ്ണതയെക്കുറിച്ചല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അനുതാപത്തോടുകൂടെ കർത്താവിൻ്റെ അടുത്ത് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഉത്തരം കിട്ടും. 5, സംശയവും അസ്ഥിരമായ വിശ്വാസവും. യാക്കോബ് 1:6-7. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കർത്താവിങ്കിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിചാരിക്കരുത്. കടലിലെ തിരമാല പോലെ ഇളകുന്ന മനസ്സോടെ പ്രാർത്ഥിച്ചാൽ മറുപടി ഉണ്ടാകാൻ സാധ്യതയില്ല. വിശ്വാസം എന്നത് ദൈവത്തെ നിർബന്ധിക്കുന്നതല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. 6, അഹങ്കാരവും സ്വയം നീതീകരണവും. പുറമേയുള്ള ഭക്തി, പക്ഷേ ഉള്ളിൽ അകന്ന് ജീവിക്കുക. ലൂക്കോസ് 18:11-14 പരീശന്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ യേശു പറയുന്നുണ്ട്. നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഉപമയാണ്.
പരിശുദ്ധന്റെ നീതിയെക്കുറിച്ച് അഹങ്കരിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ പാപിയായ ചുങ്കക്കാരൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല. ലൂക്കോസ് 12:1 പറയുന്നത് പോലെ കാപട്യം, ഹിപ്പോക്രസി നിറഞ്ഞ പ്രാർത്ഥനകളെ ദൈവം തള്ളിക്കളയുന്നു. അടുത്തത് സങ്കീർത്തനം 18:41 പറയുന്നു, ശത്രുക്കൾ നിലവിളിച്ചാലും യഹോവ അവർക്ക് ഉത്തരം നൽകുകയില്ല. ദൈവം വാക്കുകളെക്കാൾ ഹൃദയത്തെ തൊട്ടു നോക്കുന്നവനാണ്. ഏഴാമതായിട്ട് തുടർച്ചയായ മത്സരവും ദൈവത്തിനെതിരായ ജീവിതവും. ഇരമ്യാവ് 11:11 മുതൽ 14 വരെ. ജനങ്ങൾ വിഗ്രഹാരാധനയിലും മത്സരത്തിലും തുടരുമ്പോൾ അവരുടെ നിലവിളി കേൾക്കില്ലെന്ന് പറയുന്നു. പ്രാർത്ഥനയും അനുസരണവും ഒരുമിച്ച് നടക്കണം. എട്ടാമത് ദൈവത്തോട് അനുസരണക്കേട് അല്ലെങ്കിൽ കഠിന ഹൃദയം. യിരെമ്യാവ് 14:10 മുതൽ 12 വരെ. ദൈവം പറയുന്നു, ഈ ജനം അലഞ്ഞു നടപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവരവരുടെ കാര്യം നോക്കി അവരവരുടെ ലോലുപതയ്ക്ക് വേണ്ടിയിട്ട് നടപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവരുടെ പാപങ്ങളെ ഞാനിപ്പോൾ ഓർക്കും. അവർ ഉപവസിച്ചാലും ഞാൻ അവരുടെ നിലവിളി കേൾക്കുകയില്ല. ഹൃദയത്തിൽ മാറ്റമില്ലാതെ ചെയ്യുന്ന ഉപവാസവും പ്രാർത്ഥനയും വ്യർത്ഥമാണ്. അനുസരണം പ്രാർത്ഥനയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുക. ഒമ്പതാമതായി ഹൃദയ കാഠിന്യം അല്ലെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന വിമുഖത. സഖരിയാവ് 7:11 മുതൽ 13 വരെ. അവർ കേൾപ്പാൻ വിസമ്മതിച്ചു. ഞാൻ വിളിച്ചപ്പോൾ അവർ കേൾക്കാതിരുന്നത് പോലെ അവർ വിളിക്കുമ്പോൾ ഞാനും കേൾക്കുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ കൽപ്പിച്ചു. ദൈവത്തിൻ്റെ ശബ്ദത്തോട് മൃദുലമായ ഹൃദയം ആവശ്യമാണ്. അവസാനത്തേതായിട്ട് 10ാമത്തെ ദൈവവചനം കേൾക്കാൻ വിസമ്മതിക്കൽ. സദൃശവാക്യങ്ങൾ 28:9. ന്യായപ്രമാണം കേൾക്കാതെ വണ്ണം ചെവി തിരിക്കുന്നവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പാകുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനകൾ ദൈവത്തിന് അരോചകമാണ്. ബൈബിൾ വായിക്കാതെയും അനുസരിക്കാതെയും പ്രാർത്ഥന മാത്രം മതിയാവില്ല. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഈ പറഞ്ഞ കാരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത് ദൈവമില്ലാത്തത് കൊണ്ടോ ദൈവത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെയും ദൈവത്തിൻ്റെ ഇടയിൽ കിടക്കുന്ന ചില തടസ്സങ്ങൾ മാത്രമാണ് അതിന് കാരണം. ഇന്ന് നമുക്ക് ആ തടസ്സങ്ങളെ മാറ്റാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ മുമ്പിൽ ശുദ്ധീകരിക്കാം. അഹങ്കാരവും പാപവും സംശയവും മാറ്റിവെച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ മുമ്പിൽ കാത്തിരിക്കാം. സ്വർഗം തുറന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കും. തീർച്ചയായും അടഞ്ഞുകിടക്കുന്ന എല്ലാ വാതിലുകളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്ന് വരും. ഈ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുമാകട്ടെ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ, ഉറപ്പോടെ, ഉറച്ച വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് പ്രാർത്ഥനയ്ക്കും പ്രതിഫലമുണ്ടാകും. നമുക്കൊരു നിമിഷം നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവിങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സുപ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, ഈ വചനം ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ഈ തൃപാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അപ്പാ പിതാവേ, ഈ സുപ്രഭാതത്തിൽ തന്നെ അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ എത്ര വലിയ ആവശ്യങ്ങളായാലും കർത്താവെ നീ സാധിച്ചു കൊടുക്കുന്നവനായതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് വ്യക്തിപരമായി ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരവരായിരിക്കുന്ന സന്ദർഭങ്ങളിൽ കൂടെ ഇരുന്ന് നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, പിശാച് അവരെ നോക്കുവാൻ പോലും ഇടവരുത്തരുതേ. നിന്റെ ചിറകിൻ മറവിൽ അവരെ മറയ്ക്കണം. അവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പ്ലാനുകളും പദ്ധതികളും എല്ലാം ഈ സുപ്രഭാതത്തിൽ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് നീ. കർത്താവെ, പലരും രോഗികളായിട്ട് ഇരിക്കുന്നു കർത്താവെ, വേദന കൊണ്ട് പുളയുന്നു കർത്താവെ, സാമ്പത്തിക ഭാരങ്ങളാൽ ഒന്ന് ചികിത്സിക്കാൻ പോലും വകയില്ലാതെ വിഷമിക്കുന്നു കർത്താവെ. സഹോദരി സഹോദരങ്ങളാൽ വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ദമ്പതിമാരെ ഓർത്ത് വിഷമിക്കുന്ന സഹോദരങ്ങളെ സഹോദരികളെ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയെ ഓർത്ത് വിഷമിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ വിഷമിക്കുന്ന, ഇനി എങ്ങനെ മുമ്പോട്ട് ജീവിക്കുമെന്നറിയാതെ പകച്ചു നിൽക്കുന്നവരെ സമർപ്പിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും ഇടയായിരിക്കുന്ന മകനുണ്ട്, മകളുണ്ട്, സഹോദര സഹോദരിയുണ്ട്, മാതാവുണ്ട്, പിതാവുണ്ട്. കർത്താവെ, നിന്റെ കൃപ അവരിൽ ചൊരിയണമേ. കർത്താവെ,
ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി കർത്താവെ ലോക വികൃതികളിൽ മുഴുകി കഴിയുന്ന മക്കളുണ്ട് കർത്താവെ, അവരോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ കർത്താവെ വഴിയിലൂടെ നശിച്ചു പോകുന്നത് കാണുവാൻ ഞങ്ങൾക്ക് ഇടവരാതെ നിന്റെ ചൊറയന്മാരിൽ അവരെ മറക്കണമേ. പൂർണ്ണ മാനസാന്തരം കൊടുത്ത് നിന്റെ തൃപ്പാദത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ. പൂർണ്ണമായി ഞങ്ങളെയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകലത്തെയും അപ്പാ നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവിടുത്തെ തിരുവിഷ്ടം പോലെ നടത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരോ ചെയ്തു പോയുള്ള പാപങ്ങളൊന്നും അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കരുതേ. ഞങ്ങൾ യാചിക്കുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ തടസ്സമായി നിൽക്കരുതേ. നീ അഭിഷേകം ചെയ്യണമേ, നീ ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞുകൊണ്ടും അറിയാതെയോ ഞങ്ങളോ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെല്ലാം നീ ക്ഷമിക്കണമേ. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. നിന്റെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ ശിഷ്ട ജീവിതത്തെ സമർപ്പിക്കുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദിവസത്തിനായി സ്തോത്രം, ഇനിയുള്ള ജീവിതത്തിനായി സ്തുതിക്കുന്നു. സർവ്വവും അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്താൽ അവർക്കും കൂടെ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു.